19 സങ്കീർത്തനത്തിൽ ദാവീദിന്റെ അതിമനോഹരമായ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ജീവിതത്തിന്റെ വളരെ പ്രാക്ടിക്കൽ സൈഡിൽ നിന്നുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിതാണ്: സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കേണമേ, അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. എവിടെയൊക്കെയോ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായിരിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ, ദൈവസന്നിധിയിൽ തെറ്റില്ലാതെ ജീവിക്കാൻ ഒത്തിരി കൊതിക്കുന്ന ഒരു ഭക്തൻ, ദൈവ മുമ്പിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ, അവർക്കൊക്കെ പ്രാർത്ഥനാ ജീവിതം അവരുടെ ഒരു ജീവിത ശൈലിയായിരുന്നു. പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. അവരുടെ പ്രാർത്ഥനാ വാചകങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അന്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദാവീദിന്റെ പ്രാർത്ഥന ഇതാണ്: സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. ലളിതമായ തർജിമയിൽ നിന്ന് വായിച്ചാൽ, ഞാൻ മനഃപൂർവ്വമായി ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് അടിയനെ അകറ്റി കാക്കണമേ, അവ എൻ്റെ മേൽ വാഴ്ച നടത്തരുതേ. നാം നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും അറിയാതെ ചെയ്തു പോയ പാപങ്ങളെ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അതിൽ പലതും അറിഞ്ഞ് നാം ചെയ്തതല്ലേ. യേശു കർത്താവ് പോലും ക്രൂശിൽ കിടക്കുമ്പോൾ, കർത്താവെ, ഇവരറിയാതെ ചെയ്തതാകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പം മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അവരറിയാതെ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ. നമ്മുടെ ജീവിതത്തിനകത്തും സ്വമേധ മനഃപൂർവ്വം ചെയ്തെടുക്കുന്ന പാപങ്ങളും പാപ സ്വഭാവങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലില്ലേ? ദാവീദിനെ പോലെ നമുക്കും ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവെ, മനഃപൂർവ്വമായി ഞാൻ ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് അതെന്നിൽ നിന്ന് അകറ്റി അടിയനെ കാക്കണമേ. ആ പ്രസൻസ് ഓഫ് സിൻ ഇന്നും എൻ്റെ ചുറ്റുമുണ്ട്. പാപ സാന്നിധ്യത്തിന്റെ നടുവിലാണ് ഞാൻ ഉള്ളത്. അതിനെ എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ, എന്നെ അതിൽ നിന്ന് അകറ്റി നിർത്തണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. കാരണം ഞാൻ അതിനോട് അടുത്ത് നിൽക്കും തോറും, എത്രമാത്രം ഞാൻ പാപത്തിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന് നടക്കും തോറും, ഇന്നല്ലെങ്കിൽ നാളെ അതെൻ്റെ മേൽ റൂൾ ഓവർ ചെയ്യാൻ സാധ്യതയുണ്ട്, അതെൻ്റെ മേൽ ഭരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്തൻ പറയുകയാണ്: ദൈവമേ, ആ പാപങ്ങളൊന്നും എൻ്റെ മേലൊരു വാഴ്ച നടത്തരുതേ, എൻ്റെ മേൽ ഒരു റൂൾ ഓവർ നടത്തരുതേ. കർത്താവെ, എന്നെ സഹായിക്കണമേ. എന്തു മനോഹരമായ പ്രാർത്ഥന! നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ മേൽ നമുക്ക് പോലും അധികാരമില്ലാത്ത തരത്തിൽ വാഴ്ച നടത്തുന്ന ചില പാപശക്തികളില്ലേ, പാപ സ്വഭാവങ്ങളില്ലേ? കയീനോട് ദൈവം പറഞ്ഞതുപോലെ, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിന് കീഴടക്കണം. അതിനുവേണ്ടി പ്രാർത്ഥന ഒരു ജീവിത ശൈലിയാക്കട്ടെ. കർത്താവെ, പാപത്തിലേക്ക് എന്നെ നയിക്കുന്ന സകല സാന്നിധ്യങ്ങളിൽ നിന്നും എന്നെ അകറ്റി കാക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവ എൻ്റെ മേൽ ഒരിക്കലും വാഴ്ച നടത്താൻ ഇടവരരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0796010203. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക.